ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് March 7th, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ബർത്ത്ഡേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് എത്തിയേക്കുന്നത്. അതൊക്കെയുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും വർഷം ജീവിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. നമുക്കിങ്ങനെ ഏജ് കൂടുന്നതിന് നമുക്കിങ്ങനെ ടെൻഷൻ വരും അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ഏജ് കൂടി വരുവാണല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത്, എനിക്ക് ആ ടെൻഷൻ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും വർഷം ജീവിച്ചല്ലോ ഇവിടെ. നമുക്ക് പലർക്കും അങ്ങനെ പറ്റുന്നില്ല, ഒരു ഹെൽത്തി ആയിട്ട് ജീവിച്ചല്ലോ. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇത്രയും വർഷമെങ്കിലും ജീവിച്ചല്ലോ ഈ ഹെൽത്തി ആയിട്ട്. ഞാൻ അതിനൊരു നല്ല കാര്യമായിട്ടൊരു പോസിറ്റീവായിട്ട് ഞാൻ തിങ്ക് ചെയ്യാറുണ്ട്. അതെനിക്ക് അതുകൊണ്ട് തന്നെ ഏജ് ആവുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളും എനിക്ക് അത്രയും കുറവാണ്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നോർമൽ ഡേ തന്നെയാണ്. ഇന്ന് വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഇനിയിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ പിന്നെ ഓഫീസിലെ കാര്യങ്ങളും അതിനുശേഷമുള്ള ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് നടക്കുക എനിക്കറിയില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം പിന്നെ വെൽക്കം ടു മൈ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് പണ്ട് മുതലേ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഭയങ്കര ഒരു സന്തോഷമാണ്. ബർത്ത്ഡേ അടുക്കാനായി കഴിഞ്ഞാൽ ഇനി ഒരു ദിവസമുണ്ട്, 2 ദിവസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ ആ ബർത്ത്ഡേൻ്റെ ദിവസം എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ അന്ന് ഈവനിങ് അത് കഴിയാറായപ്പോൾ ഒരു വിഷമമായിരിക്കും, ഇത് കഴിഞ്ഞല്ലോ. ഇത് എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ ബർത്ത്ഡേക്ക് ഭയങ്കര സെലിബ്രേഷനോ വലിയ പ്രോഗ്രാംസോ ഒന്നും ഉണ്ടാവാറില്ല. നോർമലി കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്യും. ഇങ്ങനെ ഫ്രണ്ട്സിന് ഇങ്ങനെ മുട്ടായി കൊടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ ഈ മുട്ടായി കിട്ടുമോ അതുമില്ല, അതിനുള്ള പൈസ കിട്ടുമോ അതുമില്ല. അതൊക്കെ നമ്മൾ കെഞ്ചി ചോദിക്കണം. അമ്മ പൈസ ഇങ്ങനെ കൊടുക്കണം, ഫ്രണ്ട്സിന് മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെ തരുമോ ഇങ്ങനെ തരുമോ ഇത്ര പൈസ തരുമോ എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പം നമ്മൾ ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ, നമ്മൾ അറിഞ്ഞെല്ലാം ചെയ്യും, അവരുടെ ബുദ്ധിമുട്ട് എല്ലാം നമുക്ക് മനസ്സിലാവും, എന്നിട്ട് ചെയ്യില്ല. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അമ്മ ബർത്ത്ഡേ എനിക്കിങ്ങനെ കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെഞ്ചി ചോദിച്ചിട്ട് വേണം കിട്ടാൻ. ചിലപ്പോൾ കിട്ടുമൊന്നുമില്ല, ചിലപ്പോൾ കിട്ടും, എന്തെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടും, എല്ലാവർക്കും മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെ. കേക്ക് കട്ടിങ് പരിപാടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അന്നേരത്തൊന്നും. എൻ്റെ കുഞ്ഞിൽ ഞാൻ ഒരു ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അമ്മ ചിലപ്പോൾ പായസം വെക്കും. അങ്ങനെ അതൊരു സ്വീറ്റ് എന്നുള്ള നിലയിൽ പായസം വെക്കാറുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ബർത്ത്ഡേക്ക് ഇങ്ങനെ മുട്ടായി ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടായി വാങ്ങാനുള്ള പൈസ ഇങ്ങനെ തരും. എന്നിട്ട് പിന്നെ ഫ്രണ്ട്സിനൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ. പിന്നെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിനൊന്നും വാങ്ങിച്ചു കൊടുക്കലൊന്നുമില്ല. പിന്നെ ഒരു പായസം വെക്കൽ മാത്രം, അങ്ങനെ ഒരു പരിപാടിയായിട്ട് അതങ്ങ് തീരും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ ബർത്ത്ഡേസ് ഇപ്പം കഴിഞ്ഞു എങ്കിലും എനിക്ക് ബർത്ത്ഡേ ദിവസം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൽ എനിക്കുണ്ടായിരുന്ന ആ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. കാരണം ഫെബ്രുവരി ഒക്കെ കഴിയാറായപ്പോൾ ഓർക്കും, അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, 7th എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അപ്പോൾ 7th എത്തുന്ന ഓരോ ദിവസവും 7th ആകാറായല്ലോ എന്നിങ്ങനെ വിചാരിക്കും. 7th എത്തിക്കഴിഞ്ഞാൽ ആരും വിഷ് ചെയ്യാനുണ്ടാവില്ല എന്നും എനിക്കറിയാം, പലർക്കും ഓർമ്മയുണ്ടാവില്ല എന്നും എനിക്കറിയാം. പക്ഷെ ഒന്നുമില്ലെങ്കിൽ തന്നെ എന്തോ ആ ഒരു ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വിഷ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും, അത് ഓർത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും. പോയി അമ്മക്ക് വരെ ഓർമ്മയില്ല. എൻ്റെ അമ്മക്ക് ബർത്ത്ഡേ ഓർമ്മയില്ലായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് എല്ലാവരും അവരുടേതായ തിരക്കിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അമ്മക്കായാലും അമ്മയുടേതായ തിരക്കുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഒന്നാമത് ഈ ഡേറ്റ് ആർക്കും അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല.
ഡേറ്റ് ഇന്ന് March 7 ആണല്ലോ, 7th ആവാറായല്ലോ, ഇതൊന്നും അങ്ങനെ പലർക്കും ഓർമ്മയുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡേറ്റും ഡേ ഒക്കെ ഓർത്ത് നിൽക്കും. കാരണം നമ്മൾ ഓഫീസിൽ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ഓർമ്മയുണ്ടാവും. പക്ഷേ അല്ലാതെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മേനെ പോലത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ ഡേയ്സും ഡേറ്റും ഒന്നും അങ്ങനെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് കുഴപ്പമൊന്നുമില്ല. അമ്മ വിഷ് ചെയ്തിട്ടില്ലെങ്കിലും അമ്മ അത് ഓർത്തിട്ടില്ലെങ്കിലും ഒന്നും എനിക്ക് വിഷയമില്ല. ഞാൻ അമ്മേനോട് അങ്ങോട്ട് പറയും ഇതെന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയും. അപ്പം അമ്മ അയ്യോ അമ്മക്ക് എന്തോ ഒരു കുറ്റബോധം പോലെ, അയ്യോ ഞാൻ ഓർത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കും. അതിന് കുറേ എക്സ്പ്ലനേഷനൊക്കെ തരും. ഞാൻ പറഞ്ഞ അതൊന്നും സാരില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കും. അങ്ങനെ പോകെ പോകെ നമ്മുടെ ഏജ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അത് ഓർത്ത് വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ നമ്മുടെ ബർത്ത്ഡേ എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അത് തന്നെ മതി. നമ്മൾ തന്നെ നമ്മളെ ബർത്ത്ഡേ ഓർക്കുക, നമുക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക, ഒരു സന്തോഷം കാണിക്കുക, അത്രയൊക്കെ തന്നെ മതി. നമുക്ക് വേറൊരാൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തരണം, എനിക്ക് വേറെ ആൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ തരണം അങ്ങനെ തരണം എന്നൊക്കെ നമ്മളങ്ങനെ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തിരക്കുണ്ട്, അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുമെന്ന് വരില്ല, അവരുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ പല 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 കാരണങ്ങളും കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അത് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ട് നമുക്ക് അങ്ങനെ അയ്യോ നമ്മൾ ബർത്ത്ഡേക്ക് ആരും നമ്മൾ ഗിഫ്റ്റ് തന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തിനാണ് വേറെ ആൾക്കാർ ഗിഫ്റ്റ് തരുന്നത് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നത്? അവർ തരുന്നുണ്ടെങ്കിൽ തരട്ടെ, ഓക്കെ, നമുക്ക് സന്തോഷം. അല്ല ഇതിപ്പോൾ അവർ തന്നില്ലെങ്കിൽ തന്നെ നമ്മളത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണ്. പണ്ടത്തെ ഒരു സ്കൂൾ കുട്ടിയോ അല്ലെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ ഒന്നുമല്ല അമ്മേനോട് പൈസ ചോദിക്കേണ്ട ആവശ്യമോ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ആളും അല്ല നമ്മൾ. നമ്മൾ സ്വന്തം കാലിൽ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ തന്നാൽ അത് സന്തോഷം, ഇനി തന്നില്ലെങ്കിൽ ഓക്കെ, അത് അവരെ നമ്മൾ കുറ്റപ്പെടുത്താനും പോകുന്നില്ല, നമ്മൾ വിഷമിക്കാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. ഓഫീസിലേക്ക് എത്തി, കറക്റ്റ് ടൈം തന്നെ എന്തായാലും എത്താൻ പറ്റി. എന്നിട്ട് ഓഫീസിലേക്ക് അകത്തേക്ക് കയറുവാണ്. എന്തൊക്കെയോ തോട്ടാണ് മനസ്സിൽ. എന്താന്ന് എനിക്കറിയില്ല. ഒരു സന്തോഷമാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ കൂടിക്കലർന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് മനസ്സിലുള്ളത്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോട്ടാണുള്ളത്. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷം നമ്മൾ സന്തോഷിക്കുക. കാരണം നമുക്ക് അങ്ങനെ കുറെ ആൾക്കാർ വന്ന് നമ്മളെ സന്തോഷിപ്പിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ സന്തോഷിക്കാം. എൻ്റെ ബർത്ത്ഡേയില്, ഫ്രണ്ടിന്റെ ബർത്ത്ഡേയില്, അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ, എല്ലാത്തിനും നമ്മൾ ചെറിയ കാര്യത്തിനൊക്കെ സന്തോഷിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് എത്തി, വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വർക്കൊക്കെ ചെയ്യാണ്. ഇന്ന് എനിക്ക് എപ്പോഴുള്ളതിനേക്കാളും കുറച്ച് അധികം വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നല്ല തിരക്കായിരുന്ന ദിവസം തന്നെയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി അവിടെ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്യാണ്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്ത് വർക്കാണോ ചെയ്യാനുള്ളത് അത് ഞാൻ ചെയ്യുന്നു. ആ ടൈം അവിടെ ക്യാമറ ഓൺ ആക്കി വെക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനു വേണ്ടി എഫേർട്ട് ഇടുകയൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ നമ്മൾ പോകുന്നു, ആ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക. അവിടെ എന്താണ് നമ്മുടെ ഡ്യൂട്ടി, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നാണ്. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നതല്ല, ഞാൻ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ആൾക്കാരെ വീഡിയോയിൽ വരാത്ത രീതിയിൽ വേണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ അവരുടെ പ്രൈവസി എന്നുള്ള കാര്യം നമ്മൾ നോക്കണമല്ലോ. അപ്പം അവർക്ക് അങ്ങനെ വരാനോ അങ്ങനത്തെ വീഡിയോയിൽ കാണുന്നതിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് 1 month കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും അങ്ങനെ അറിയില്ല. അപ്പോൾ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആ ഒരു ഇതിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങളൊരു 7 പേര് ചേരുന്ന ഒരു ടീമാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ആണ് 7 പേര്. അത് ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ടീം മാത്രം, ഞങ്ങൾക്ക് ആ റൂമിൽ ഞങ്ങൾ 7 പേരാണുള്ളത്. അപ്പോൾ അവര് എല്ലാവരും ബോയ്സ് ആണ്. ഞാൻ മാത്രമേ അതിൽ ഗേളായിട്ടുള്ളൂ.
അപ്പോൾ അവർക്കൊക്കെ അറിയാം ബർത്ത്ഡേ ആണെന്ന്. അറിയുന്നതിന് കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഡിസൈനർ ആയിട്ടുള്ള പയ്യൻ തന്നെയാണ് ബർത്ത്ഡേ പോസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫോട്ടോ കൊടുക്കും, അപ്പൊ HR അവന് കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അവനെ ചെയ്യുമ്പോഴേ ബർത്ത്ഡേ ആണല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പോസ്റ്റർ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവർക്കൊക്കെ അറിയാം ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ കയറി വന്നപ്പോൾ തന്നെ വിഷ് ഒക്കെ ചെയ്ത് പിന്നെ വർക്കിലേക്ക് കടന്നു. എല്ലാവരും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 11-11:30 ആയപ്പോൾ ഓറഞ്ച് കഴിച്ചു. പക്ഷെ കഴിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഓഫീസിൽ ഫുഡ് ഉണ്ട് എല്ലാവർക്കും. പക്ഷെ ഞാനൊരു ചെറിയ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങനെ എപ്പോഴും കഴിക്കാറില്ല. എപ്പോഴും വല്ലപ്പോഴും ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനത്തെ സിറ്റുവേഷനിലേ കഴിക്കാറുള്ളൂ. അല്ലാത്തപ്പോഴും മിക്കപ്പോഴും ഞാൻ കൊണ്ടുപോകും. എല്ലാ ദിവസവും ഞാൻ കൊണ്ടുപോകാൻ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. വല്ലപ്പോഴും ആണ് ഞാൻ അവിടുന്ന് കഴിക്കുന്നത്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ഫുഡ് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ബാക്കി കുറെ പേരൊക്കെ അവിടുന്ന് തന്നെ ഫുഡ് എടുത്തിട്ടാണ്, എല്ലാ സ്റ്റാഫിനുള്ള ഫുഡാണ് അവിടെ. അപ്പൊ അവിടുന്ന് എടുത്തിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബാക്ക് ടു വർക്ക് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി ഇന്ന് കൂടുതൽ വർക്കുള്ള ഒരു ദിവസമാണ്. എന്തോ എനിക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞ ടീം ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് അത്രയും ലോഡായിട്ടുള്ള വർക്ക് ഇപ്പൊ വരുന്നില്ല. പക്ഷെ ഇന്നത്തെ ആ ഒരു ദിവസം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത പോലെയാണ് തോന്നിയത്. എനിക്ക് ടൈമേ ഉണ്ടായിട്ടില്ല. 5:30 കഴിഞ്ഞ് 5:30 വരെയാണ് ഓഫീസ് ടൈം. 5:30 കഴിഞ്ഞിട്ടാണ് എല്ലാരെയും വിളിച്ചത് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഒരു ടെൻഷൻ ആയിരുന്നു. കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കണല്ലോ. മുന്നിൽ പോയി നിന്നിട്ട് കട്ട് ചെയ്യാൻ നമ്മളെയാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. 2 പേരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. പിന്നെ അയാൾക്ക് നോമ്പായതുകൊണ്ട് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, കഴിച്ചൊന്നുമില്ല. എന്നിട്ട് അപ്പൊ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഞങ്ങൾ 2 പേരും ഒന്നിച്ചു പോയി. വേറെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ 2 പേരും പോയി. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഒരു ടെൻഷനാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ആർക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം എന്നുള്ള കാരണം എൻ്റെ ടീമിലുള്ള ആരും എൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അവര് ദൂരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ അവര് ദൂരെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. കാരണം ഇങ്ങോട്ട് നീട്ടിയപ്പോഴത്തേക്ക് അവർക്ക് നോമ്പായോണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇപ്പുറത്ത് ബോയ്സ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കൊടുത്ത് പിന്നെ അവരെ എനിക്കിങ്ങനെ വായിലൊക്കെ വെച്ച് തന്ന് എല്ലാവരും വിഷസ് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ഗേൾസിന്റെ ഇവർക്ക് കൊടുത്തു. അവരും എനിക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വായിൽ വെച്ച് തന്നു. 2 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കേക്ക് ആയിരുന്നു. എനിക്ക് അവള് കട്ട് ചോക്ലേറ്റിന്റെ ആണ്. ഞാൻ മറ്റേ വാൻജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലേവറിന്റെ കേക്കാണ് കട്ട് ചെയ്തത്. എനിക്ക് ആ കേക്കാണ് ഇഷ്ടം. ഞാൻ പിന്നെ പക്ഷെ കേക്ക് അധികം കഴിച്ചില്ല. കാരണം അവരെന്റെ വായിൽ ഇങ്ങനെ വെച്ച് തരുമ്പോൾ അത് മാത്രമേ കഴിച്ചുള്ളൂ. അല്ലാതെ ഞാൻ കേക്ക് കഴിച്ചിട്ടില്ല. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് പോവാണ് ഓഫീസിൽ നിന്ന്. ലിഫ്റ്റിന്റെ അടുത്ത് എത്തി. ലിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ വിഷ് ചെയ്തതും ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് അവരൊക്കെ കേക്കൊക്കെ കൊടുത്ത് അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് മനസ്സിൽ. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജോബൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഓഫീസിൽ കട്ട് ചെയ്ത കേക്ക് തന്നെയാണ്. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ 2 പേരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് നോമ്പായിരുന്നു. അതുകൊണ്ട് കേക്ക് കഴിച്ചില്ല, പക്ഷെ കട്ട് ചെയ്തു. അപ്പോൾ 2 പേർക്കും 2 പേരുടെയും പേര് എഴുതിയിട്ടുള്ള കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കുറേ പേരുണ്ടായിരുന്നു. ഓഫീസിൽ എല്ലാവരും വന്നിട്ടില്ല, എല്ലാവരും ഇല്ല എന്നാലും ഏറെക്കുറെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത ടെക്നീഷ്യൻസ്, ഡോക്ടേഴ്സ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ മുന്നിൽ നിന്ന് നമ്മളിങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതും എല്ലാവരും വിഷ് ചെയ്തു. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ ഈ കമ്പനിയിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എന്നാലും ഞാൻ പറയാണ്, എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേക്കൊക്കെ ഭയങ്കര
ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതൊരു വിഷ് പോസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അത് എല്ലാവരും പരസ്പരം വിഷ് ചെയ്യുന്നവരായിക്കോട്ടെ, അറിയില്ലെങ്കിലും അറിഞ്ഞാലും ഒക്കെ വിഷ് ചെയ്യും. നമ്മുടെ മെസ്സേജസിലൂടെ മാത്രമല്ല, ഡയറക്റ്റ് കണ്ടാലും എന്നെ പലർക്കും അറിയില്ല, എന്നിട്ടും ഇന്ന് ബർത്ത്ഡേ അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ പലരും വിഷ് ചെയ്തു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര, നമ്മളെങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളോട് എങ്ങനെ വിഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അത് തന്നെയാണ് സ്പെഷ്യലായിട്ട് ഇന്നത്തെ ഡേയ്സ് എന്നെ കൂടുതലായിട്ടും ഒരു സന്തോഷിപ്പിച്ച ഒരു കാര്യം. പിന്നെ ബാക്കിയുള്ള ദിവസം ആസ് യൂഷ്വൽ ഒരു ജോബിന് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നാളെ ലീവാണ്. നാളെ സാറ്റർഡേ ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ അങ്ങനെ 2 ദിവസം കിട്ടുമല്ലോ, അങ്ങനെ ഒരു ലീവ് എടുത്തതാണ്. അപ്പം കുറച്ച് പ്ലാനും കാര്യങ്ങളുണ്ട്. ഇന്നൊന്നും ചെയ്യാൻ പറ്റാത്തത് നാളെ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഭിപ്രായം എൻ്റെ വീഡിയോനെ കുറിച്ചിട്ട്, എന്തൊക്കെയാണ് കമന്റ് ചെയ്യാനുള്ളതെന്നൊക്കെ ഉള്ളത് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.